ഇരിമ്യാവ് 6-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ മക്കളെ, യെരുശലേമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ. തെക്കോവയിൽ കാഹളമൂതുവിൻ. ബേത് ഹഹേരെമിൽ ഒരു തീക്കുറി ഉയർത്തുവിൻ. വടക്കുനിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്റെ ഭാഗത്ത് മേയ്ക്കും. അതിന്റെ നേരെ പടയൊരുക്കുവിൻ. എഴുന്നേൽപ്പീൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പിൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു. വൃക്ഷം മുറിപ്പിൻ, യെരുശലേമിന് നേരെ വാട കോരുവിൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇത് തന്നെ. അതിന്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. എൻ്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേ ഉള്ളൂ. യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടു പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവുമാക്കാതെയും ഇരിക്കേണ്ടേന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു. അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു. അവർക്കതിൽ ഇഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കി വെച്ച് ഞാൻ തളർന്നുപോയി. ഞാൻ അത് വീഥികളിലെ കുട്ടികളിന്മേലും യവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപ്പെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരുമെല്ലാം അന്യന്മാർക്കായി പോകും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികൾ നേരെ നീട്ടും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരൊക്കെയും ആബാലവൃത്തം ദിവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറഞ്ഞു. എൻ്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്നും പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി. കാഹളനാദം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പീൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്ക, ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ നാൾ പ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. സഭയിൽ നിന്നും കുന്തിരുക്കവും ദൂരദേശത്തു നിന്നും വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. ആകയാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഈ ജനത്തിന്റെ മുമ്പിൽ ഇടർച്ചകളെ വെക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരൻ നശിച്ചു പോകും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇതാ, വടക്കു ദേശത്ത് നിന്ന് ഒരു ജാതി വരുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരും. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയും അരുതേ. അവിടെ ശത്രുവിന്റെ വാളും ചുറ്റും ഭയവും ഉണ്ട്. എന്റെ ജനത്തിന്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക.
ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടേന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റു നോക്കുന്നവനും ആക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും അത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു, തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്ന തീയമത്രേ, ഊതിക്കഴിക്കുന്ന പണി വെറുതെ. ദുഷ്ടന്മാർ നീങ്ങി പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.